എന്റെ കയ്യിൽ നിന്ന് തല്ലുകൊണ്ടവൻ വീണ്ടും എന്നെ ചതിക്കാനായിരിക്കോ വിളിക്കുന്നത്? ഇതിന്റെ പിന്നിൽ കളിച്ചത് മാർക്കോ ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഇനി നിനക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇതുപോലൊരു അമ്മേ ഇനി ആർക്കും കിട്ടരുത്. പ്രസവിച്ച മക്കളെ രണ്ടായിട്ട് കരുതുന്ന നിങ്ങളെ പോലൊരു അമ്മേ. മോനെ ഉണ്ണി, ഇനിയെങ്കിലും നിനക്ക് നല്ലവർക്കൊപ്പം നിന്നൂടെ? കരുണയ്ക്ക് നല്ല ഉപദേശങ്ങൾ കൊടുത്തൂടെ? അമ്മയ്ക്ക് ഉപദേശിക്കാം. അമ്മ സ്നേഹിക്കുന്ന അമ്മയുടെ മൂത്ത മോളെ ഒരു പൊടിക്കൊതുങ്ങാൻ. നീ എത്തിയോ? എടാ, എന്തായി? കരുണയ്ക്ക് എങ്ങനെയുണ്ടടാ? അവള് ഡിസ്ചാർജായി. പക്ഷെ കുഞ്ഞു പോയി ഷോക്കിന്ന് അവൾ ഇതുവരെ മുക്തയായിട്ടില്ല. എടാ, അവള് കുറച്ചു ദിവസേ അവളുടെ വീട്ടിൽ നിൽക്കട്ടെ. എല്ലാം ഒന്ന് കെട്ടടങ്ങി കഴിയുമ്പോ നീ അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നാ മതി. മോനെ, കുഞ്ഞു പോയതുകൊണ്ടേ ഇനി അവൾക്ക് ഇങ്ങോട്ട് വരാൻ മനസ്സൊന്നും കാണില്ല. പക്ഷേ നീ നിർബന്ധിച്ച് വിളിച്ചോണ്ട് വരണം. കണ്ണൻ മഹാലക്ഷ്മിയുടെ പേർക്കെല്ലാം എഴുതി കൊടുത്തതുകൊണ്ട് ഇനി കണ്ണന്റെ സ്വത്തെന്നും പറഞ്ഞ് കണ്ണുനട്ടിരിക്കാൻ പറ്റില്ല. പിന്നെ നിനക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ കരുണയുടെ അച്ഛൻ സഹായിച്ചേ പറ്റൂ. അവളുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ ഏത് നേരവും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇപ്പൊ എന്റെ കുഞ്ഞു പോകാൻ കാരണക്കാരും അവരൊക്കെ തന്നെയാ. അതിൽ കരുണയ്ക്ക് പങ്കുണ്ട്. അവൾ എന്റെ ഭാര്യ ആയതുകൊണ്ടാ അവൾക്ക് ഈ ഗതി വന്നെന്നൊക്കെയാ അവര് മൂന്നാളും മാറി തിരിഞ്ഞും പറയുന്നത്. എടാ, അതൊരു കണക്കില് ശരിയല്ലേടാ. എടാ ഉണ്ണി, കമലേശ്വരൻ കമ്പനി നിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണെന്നല്ലേ നീ പറഞ്ഞുകൊണ്ടിരുന്നത്? എന്നിട്ട് അതൊക്കെ ശുദ്ധ നുണയാണെന്ന് അവർക്ക് മനസ്സിലായില്ലേടാ മോനെ. അതുകൊണ്ട് അവര് പറയുന്നതൊക്കെ നീ കേട്ടേ പറ്റൂ. എടാ മോനെ, പ്രതാപന് കോടികളുടെ ആസ്തിയുണ്ട്. കരുണയുടെ ഭർത്താവായിട്ട് നീ ഇരിക്കുന്നിടത്തോളം കാലം അതൊക്കെ നിനക്കും കൂടി അവകാശപ്പെട്ടതാ. ആ ബോധം ഉണ്ടെങ്കിൽ അവളുടെ ഭർത്താവായിട്ട് ഇനിയുള്ള കാലം നീ നിലനിൽക്കണം. എന്നാലും കരുണ ആഗ്രഹിക്കുന്ന പോലെ അവൾക്ക് അവളുടെ ചേച്ചിയെ ജയിക്കാൻ പറ്റുന്നില്ലല്ലോ അമ്മേ. എടാ, അവള് സകല ദൈവങ്ങളെ ആവാഹിച്ചു വെച്ചിരിക്കല്ലേ, പിന്നെ എങ്ങനെ വിജയിക്കാനാ? എടാ, അവളേതോ പിശാചിന്റെ ജന്മമാടാ. അങ്ങനെയുള്ളവരെ നമ്മൾ മനുഷ്യർക്കൊന്നും ചെയ്യാൻ പറ്റില്ലടാ. എടാ, അല്ലെങ്കിൽ വിഷം കലർന്ന പാൽപായസം അവള് കുടിക്കേണ്ടതല്ലേ? എല്ലാം പോയി, പെങ്ങളും കുഞ്ഞും ഒക്കെ. നാളെ എനിക്കിനി കരുണയെ നഷ്ടപ്പെട്ടാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. എല്ലാം അമ്മയുടെ അമ്മാന്റെ പിടിപ്പേടാ. നോക്കണ്ട, നട്ടലിന് തകരാറ് സംഭവിച്ച ആൾക്ക് ആ അപകടം നടന്ന ശേഷം മരുന്ന് മാറ്റി കൊടുത്തല്ലോ. അയാളെ ഇന്ന് ഈ നിമിഷം വരെ വീൽ ചെയറിൽ തന്നെ ഇരുത്തിയല്ലോ. ആ സമയത്ത് അയാളങ്ങ് കൊന്നു കളഞ്ഞൂടായിരുന്നോ അമ്മയ്ക്കും അമ്മാവനും കൂടെ? അങ്ങനെങ്കിൽ അങ്ങനെ ഒരുത്തൻ ഏട്ടനെന്നും പറഞ്ഞ് ഈ കുടുംബത്തെ അടക്കി ഭരിച്ചോണ്ട്, കമലേശ്വരത്തെ ബിസിനസിനെ അടക്കി ഭരിച്ചോണ്ട് ഇവിടെ ഇപ്പൊ കാണത്തില്ലായിരുന്നു. എന്തെങ്കിലും ചെയ്യുമ്പോ ഒടുക്കത്തെ ചെയ്ത് തന്നെ ചെയ്യണം. അതിനിടയിലെ മനുഷ്യത്വം കാണിക്കാൻ പാടില്ല. അങ്ങനെ കാണിച്ചോണ്ടാ ഇപ്പൊ എല്ലാവർക്കും എല്ലാം നഷ്ടപ്പെട്ടത്. അയ്യോ, തല നന്നായിട്ട് തോർത്തിയില്ലല്ലേ?
ഇന്ന് മലയ്ക്ക് പോകാൻ മാലയിടുന്നല്ലേ, അപ്പോ തലയിൽ ഇത്തിരി ഈർപ്പം നിലനിൽക്കുന്നത് നല്ലതാ. അത് പുതിയ കണ്ടെടുത്താണല്ലോ. കണ്ണേട്ടാ, ഇത്തവണ കണ്ണേട്ടന് നടന്ന് മല കയറാൻ പറ്റുമോ? അങ്ങനെയുള്ള അതിമോഹമൊന്നും എനിക്കില്ല. തന്റെ കൈപിടിച്ച് നടക്കാൻ കഴിഞ്ഞാ അത്രയും നല്ലത്. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തികയിൽ പല അത്ഭുതങ്ങളും സംഭവിക്കുമെന്ന തോമസ് സാറ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ തന്നെ വലിയ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചു കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ എല്ലാം സാവകാശം മതി. അതെന്തിനാ സാവകാശമാക്കുന്നേ? തോമസ് സാറ് നമ്മളെക്കാളും ആത്മവിശ്വാസത്തില. പിന്നെ ഈ മണ്ഡലകാലം എന്തോ മൊത്തത്തിലൊരു ധൈര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളും വൃശ്ചിക മാസവും തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട് കണ്ണേട്ടാ. അങ്ങനെ കണക്ഷൻ ഉണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷേ എന്റെ ജീവിതവുമായി വൃശ്ചിക മാസത്തിനും മണ്ഡലകാലത്തിനും ഒക്കെ നല്ല കണക്ഷനുണ്ട്. എന്റെ ജീവിതം മാറ്റിമറിച്ചത് ഈ മാസമാണ്. അതൊരു നല്ല മാറ്റമായിരുന്നില്ല. എന്നൊന്നും പറയണ്ട. നമ്മളെ തമ്മിൽ ഒന്നിപ്പിച്ചത് അയ്യപ്പസ്വാമി തന്നെയാ. അതുകൊണ്ട് ഒരു തൃക്കാർത്തിക ദിവസം എനിക്ക് നഷ്ടപ്പെട്ട ചലനശേഷി വർഷങ്ങൾക്ക് ശേഷം കടന്നു വന്ന ഈ തൃക്കാർത്തികടന്ന് തിരിച്ചു കിട്ടുമായിരിക്കുമല്ലേ? അങ്ങനെ തന്നെയാ എന്റെ മനസ്സും പറയുന്നേ. ഏതാണ്ട് അതിലേക്ക് നമ്മൾ എത്തിയല്ലോ. പിന്നെ ചിലപ്പോ മല കയറാനും കണ്ണേട്ടിനും കഴിഞ്ഞേക്കും. അങ്ങനെയെങ്കിൽ മാർക്കോയും ലോപ്പസും അനന്തുവേട്ടനും തുണയായിട്ട് വരുമല്ലോ. ഒരു തളർച്ചയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാ താങ്ങിപ്പിടിക്കാൻ അവരൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കുട്ടിക്കാലത്ത് അച്ഛന്റെ കൈ പിടിച്ച് പോയതാ. ഏതാണ്ട് 12ാമത്തെ വയസ്സുവരെ ആ പതിവ് തുടർന്നു. അതിനുശേഷം മാലയിട്ട് അയ്യപ്പന്മാരെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അവര് ഇരുമുടിക്കെട്ടും കെട്ടി മലയ്ക്ക് പോകുന്ന ചടങ്ങിലൊക്കെ പങ്കെടുത്തിട്ടുമുണ്ട്. പക്ഷേ പിന്നീട് അയ്യപ്പ ദർശനം കിട്ടിയിട്ടില്ല. ധോളിയിൽ സന്നിധാനത്തേക്ക് പോവാന്നൊക്കെ പലപ്പോഴും അമ്മാവനും ഉണ്ണിയും മേഘനും ഒക്കെ പറഞ്ഞതാ. അവരുടെയൊക്കെ മനസ്സ് ശരിയല്ലാത്തോണ്ടായിരിക്കും അതിന്ന് ഭഗവാൻ എന്നെ വിലക്കിയത്. ഇത്തവണ എന്തായാലും മാലയിടാൻ തീരുമാനിച്ചതുകൊണ്ട് ഡോളിയിൽ കയറിയിട്ടാണെങ്കിലും സ്വാമിയെ ദർശിക്കാൻ കഴിയണം. പിന്നെ അനന്തവും മാർക്കോയും ലോപ്പസൊക്കെ ഉള്ളതുകൊണ്ട് ഇത്തവണത്തെ അയ്യപ്പ ദർശനം രസകരമായിരിക്കും. ഞാനൊരാളെ അയ്യപ്പന്റെ പ്രതിരൂപമായിട്ട് കാണുന്നുണ്ട്. ആരാണെന്ന് തനിക്കറിയോ? ആരെയാ? അവനെ തന്നെ, മാർക്കോയെ. ഇത്തവണ കണ്ണേട്ടന് പരസഹായത്തോടെ മല ചവിട്ടേണ്ടി വരില്ല കണ്ണേട്ടാ. ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്ന ആഗ്രഹം നടക്കും കണ്ണേട്ടാ. ശരണം വിളിയോടെ ഇരുമുടിക്കെട്ടും തലയിൽ വെച്ച് കണ്ണേട്ടന് നടന്ന് സന്നിധാനത്തിൽ എത്താൻ പറ്റും. അതിനുവേണ്ടി ഞാൻ വ്രതം എടുത്ത് തുടങ്ങി. എല്ലാ ആഗ്രഹവും അറിയുന്ന, എന്നെ അറിയുന്ന എൻ്റെ അയ്യപ്പ. മണ്ഡലകാലത്ത് കണ്ണേട്ട മാലയിട്ടിരിക്കുക. പരസഹായത്തോടെ സന്നിധാനത്തിലെത്താനാ കണ്ണേട്ടന്റെ തീരുമാനം.
പക്ഷേ ഞാൻ പറഞ്ഞത് നടക്കണേ എന്റെ ഭഗവാനെ. എന്റെ കണ്ണേട്ടന് അതിനു മുൻപ് തന്നെ സ്വാധീനം കിട്ടണം. കണ്ണേട്ടന് ആരുടെ സഹായമില്ലാതെ തന്നെ പമ്പയിൽ നിന്നും സന്നിധാനത്തിൽ എത്താനും കഴിയണം. കണ്ണേട്ടന്റെ കാലിന്റെ സ്വാധീനം പോയതിന് പിന്നിൽ കഥകൾ ഒരുപാടുണ്ട്. കണ്ണേട്ടൻ അറിയാത്തതും എനിക്കും എന്റെ അയ്യപ്പസ്വാമിക്ക് മാത്രം അറിയാവുന്നതുമായ കഥ. ആ അപകട സമയത്ത് ഒരു നിയോഗം പോലെ എന്റെ കൈകളിൽ വന്ന സ്വാമി അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഉയർച്ച താഴ്ചകൾ ഞങ്ങളെക്കാൾ നന്നായി കാണുകയും കേൾക്കുകയും ചെയ്തു എന്നാണ് എന്റെ വിശ്വാസം. നാളെ എന്ത് നടക്കുമെന്ന് ഭഗവാൻ അറിയാം. ആയുർവേദ ആചാര്യനായ തോമസ് സാർ പറഞ്ഞതൊക്കെ അക്ഷരം പ്രതി നടക്കണേ ഭഗവാനെ. ഈ വൃശ്ചികത്തിലെ തൃക്കാർത്തിക കണ്ണേട്ടന്റെ പിറന്നാളാ. അന്ന് അരയ്ക്ക് താഴോട്ട് തളർന്നു പോയ കണ്ണേട്ടന് അദ്ദേഹത്തിന്റെ നട്ടെല്ലിന്റെയും കാലിന്റെയും ചലനശേഷി തിരിച്ചു കിട്ടിയ അതിൽ പരം ഒരു സന്തോഷം അദ്ദേഹത്തിന് വേറെ കിട്ടാനില്ല. ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ഒരച്ഛന്റെയും മകന്റെയും അപകടം കണ്ടവളാണ് ഞാൻ. അന്നത്തെ ആ ഹൃദയവേദന അതേപടി ഇന്നും എന്റെ മനസ്സിലുണ്ട്. ആ അച്ഛന്റെ പിടച്ചില്, ആ മകന്റെ വീഴ്ച ഒന്നും മരണം വരെ എന്റെ മനസ്സിൽ നിന്ന് പോവില്ല ഭഗവാനെ. ഇനിയത് പോകണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ശരണം വിളികളുമായി കണ്ണേട്ടന് മല ചവിട്ടാൻ കഴിയണം. അയ്യോ, ഇതിനെ കൊണ്ട് നീ എങ്ങോട്ട് പോവാ? ഈ ഭഗവാനെ വെച്ചാണല്ലോ നീ എല്ലാവരുടെയും ജീവിതം തൊലച്ചോണ്ടിരിക്കുന്നത്. ഭഗവാനെ വെച്ച് ഞാൻ ആരുടെയും ജീവിതം തൊലച്ചിട്ടില്ല, ആരെയും വെല്ലും വിളിച്ചിട്ടില്ല. ഈ ഭഗവാനോട് ആത്മാർത്ഥമായിട്ടൊരു കാര്യം പറഞ്ഞാ അത് ഉറപ്പായിട്ടും നടന്നിരിക്കും. പക്ഷെ പറയുന്നത് ദൈവത്തിന് നിരക്കുന്ന കാര്യങ്ങളായിരിക്കണമെന്ന് മാത്രം. ഓ, നിങ്ങൾ മാത്രമാണല്ലോ ദൈവത്തിന് നിരക്കുന്ന കാര്യങ്ങൾ പറയുന്ന ഒരാള്. ഞാൻ ദൈവത്തിന് നിരക്കാത്തതായി ഒന്നും പറയാറില്ല. എടീ, എല്ലാവരും അങ്ങനെ തന്നെയാ പറയുന്നേ. എല്ലാവർക്കും എല്ലാവരും ചെയ്യുന്നത് ശരിയാ, മറ്റുള്ളവർ ചെയ്യുന്നത് കാണുമ്പോഴേ തെറ്റാണെന്ന് തോന്നും. എനിക്കങ്ങനെ തോന്നാറില്ല. ഞാൻ തെറ്റിനെ തെറ്റെന്ന് പറയും. ശരി അംഗീകരിക്കാനൊന്നും എനിക്ക് യാതൊരു മടിയില്ല. മണ്ഡലകാലമായിട്ട് ഒരുത്തനെ മാലയിട്ട് മല കയറ്റാൻ പോവാ. അവൻ ഇനി മല കയറിയിട്ട് തിരിച്ചു വന്നില്ലെങ്കിൽ ഇവൾക്കെന്താ നഷ്ടം? ഇവളല്ലേ ഇപ്പൊ കമ്പനിയുടെ MD. നിങ്ങളെ പോലുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റൂ. അമ്മ പറഞ്ഞാൽ എന്താ തെറ്റ്? അല്ലെങ്കിലും കാലിന് സ്വാധീനമില്ലാത്ത കണ്ണേട്ടനെ മലയ്ക്ക് ആരെങ്കിലും പറഞ്ഞുവിടുവോ? കാലിന് സ്വാധീനമില്ലാത്ത ഒരുപാട് പേര് സന്നിധാനത്ത് പോയി അയ്യപ്പസ്വാമി ദർശിക്കുന്നില്ലേ? സ്വാമിയുടെ അനുഗ്രഹം വാങ്ങി തിരിച്ചു വരുന്നില്ലേ? പിന്നെ കണ്ണേട്ടനെ മാത്രം എന്തിനാ മാറ്റി നിർത്തുന്നേ? എന്താ ഇവിടെ?
എല്ലാവർക്കും പതിവില്ലാതെ കണ്ണേട്ടനോടൊരു സ്നേഹം. ആ, എല്ലാവരുടെ സ്നേഹത്തെപ്പറ്റി എനിക്കറിയാം. ഞാൻ ഇത്തവണ മലയ്ക്ക് പോകുന്നത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിന്റെയും നിന്റെ അമ്മയുടെയൊക്കെ സ്വഭാവം നന്നാവണമെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി കൂടിയാ. എന്തായാലും നിങ്ങളെയൊന്നും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളപ്പോ നിങ്ങളുടെയൊക്കെ മനസ്സ് നന്നായ അത്രയും സമാധാനം. കണ്ണേട്ടാ, അയ്യപ്പൻ പാട്ടിനുള്ള ആൾക്കാർ വന്നു. കണ്ണേട്ടൻ വാ, നല്ലൊരു ദിവസമായിട്ട് വെറുതെ മൂട് കളയണ്ട. അവന്റെ കാലിന് കുറച്ചെങ്കിലും സ്വാധീനം കിട്ടിയോടാ? അല്ലെങ്കിൽ ആ അപകടത്തിന് ശേഷം അവൻ മലയ്ക്ക് പോകുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടേയില്ല. ഇനി കാലിന് സ്വാധീനമില്ലെങ്കിലും അവര് ചിന്തിപ്പിക്കുമല്ലോ. കപട ആത്മാർത്ഥതയാ അവര് കാണിക്കുന്നത്. അത് അയാൾക്ക് മനസ്സിലാവുന്നില്ലെന്ന് മാത്രം. അതുകൊണ്ടെന്താ, എല്ലാം എഴുതി തള്ളി കൊടുത്തില്ലേ? ഇനി എന്തെങ്കിലും പറ്റുവാണെങ്കിൽ അനുഭവിക്കട്ടെ. അതെ, കണ്ണൻ എന്തെങ്കിലും പറ്റിയാലേ അനുഭവിക്കും. അവന്റെ സ്വത്തുക്കൾ മുഴുവൻ അവൾ അനുഭവിക്കും. എടാ, നമ്മളാടാ പാപ്പരായി പോയത്. ശരണമയ്യപ്പ. കണ്ണേട്ടൻ മലയ്ക്ക് പോകുന്നവരെ ഈ അയ്യപ്പ വിഗ്രഹം ഇവിടെ ഇരിക്കട്ടെ. ആയിക്കോട്ടെ. വച്ചോളൂ. സ്വാമി ശരണയ്യപ്പ, സ്വാമി ശരണയ്യപ്പ, സ്വാമി ശരണയ്യപ്പ, സ്വാമി ശരണയ്യപ്പ, സ്വാമി ശരണയ്യപ്പ, ശ്രീധർമ്മശാസ്താവേ ശരണയ്യപ്പ, സ്വാമി ഹരിഹരസുതനേ ശരണയ്യപ്പ. ഓം ഹരിഹരസുതനാനന്ദ ചിത്തതയ്യനയപ്പ സ്വാമിയേ ശരണയ്യപ്പ, ശരണയ്യപ്പ, ശരണയ്യപ്പ. ഭഗവാനേ, അയാളുടെ ഇടതുകാല് ചലിക്കുന്നില്ലേ അമ്മേ?